ഓക്കെ വിനേഷ്, തുടരുക. ഇപ്പോൾ ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള പ്രസൂത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ പ്രസൂത്, രാജ്യത്തെ സംബന്ധിച്ച് ഒരു വിധത്തിലും അംഗീകരിക്കാനാകാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞെട്ടലോടെയാണ് ഈ വാർത്ത നമ്മൾ കേൾക്കുന്നത്. നോക്കൂ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡയറ്റീഷ്യൻ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങൾ ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? ഹലോ, പറയാം ശ്രീ പ്രസൂത്. സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസാണെന്ന് രാവിലെ തൊട്ട് 8 മണി തൊട്ട് കേട്ടു തുടങ്ങിയത്. കാര്യം ഇന്നലെ നമ്മള് ഇന്ത്യക്ക് തുടർച്ചയായിട്ട് 5ാമത്തെ ഒളിമ്പിക്സിൽ അതും ഗോൾഡ് മെഡലായിരിക്കും, സ്വർണ്ണമായിരിക്കുന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇന്നലെ സെമി ഫൈനൽ കഴിഞ്ഞിട്ട് കിടന്നു തുടങ്ങിയത്. ഇന്നലത്തെ പോലെ വെയിങ് ഇന്ന് രാവിലെ 8 മണിക്ക് കൊടുക്കണം. ആ വെയിങ്ങില് സമയത്ത് 100 ഗ്രാം കൂടുതലാണെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഔദ്യോഗികമായിട്ട് ഇത് ചെയ്യേണ്ട കോച്ചസ് ഇന്നലെയും ചെയ്തവരല്ലേ ഇന്നും ചെയ്തത്. ആ വിനീഷ് ഫോർട്ടിന് സ്പെഷ്യൽ കോച്ച്, വിനീഷ് ഫോർട്ടിന് സ്പെഷ്യൽ ഡയറ്റീഷ്യൻ, അത് ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാം ഉള്ളതാണ്. അവരെല്ലാം കൂടെ ഈ കുട്ടിയുടെ വെയിറ്റ് ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഔദ്യോഗിക വെയിങ്ങിന് മുൻപ് അവിടെ അനൗദ്യോഗികമായിട്ട് മെഷീനുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കൊടുക്കുന്നത്. അകത്ത് ഔദ്യോഗിക ചെക്കിങ് 100 ഗ്രാം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇന്ന് 14 മണിക്കൂർ കഴിഞ്ഞാൽ മത്സരമുള്ളൂ. 100 ഗ്രാം അല്ല, 200 ഗ്രാം കുറച്ച് കാണിച്ചാലും പ്രശ്നമില്ല. 14 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ മത്സരം വരുന്നുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് ഈ പിഴവ് എവിടെയാണ് ഉണ്ടായത്? അതിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഒരു ഗുസ്തിക്കാർ മാത്രം അവരെ വെയിറ്റ് നോക്കുക. ഇതിന് എന്റെ കൂടെ ഡയറ്റീഷ്യനും കോച്ചസും ഇത്രയും ദിവസം ട്രെയിനിങ് കൊടുത്തവരെല്ലാം ഉണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വെയിങ്ങിന് ഓവർ വെയിറ്റ് ആണെങ്കിൽ അവര് അയോഗ്യയാണ്. ഇന്ന് ഫൈനലിലോട്ട് കയറാൻ പറ്റത്തില്ല. അതായത് വെള്ളി മെഡലും കിട്ടത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശ്രീ പ്രസൂത്, എന്നെ കേൾക്കാമെങ്കിൽ താങ്കൾ ഈ ഗുസ്തി ഫെഡറേഷന്റെ ഭാഗമായി എല്ലാം പ്രവർത്തിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി സാങ്കേതികമായി പറയാൻ സാധിക്കും. ഇതിലിപ്പോൾ ഇന്ത്യൻ സംഘത്തിന്റെ കൂടെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ട്രെയിനർ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഭാരപരിശോധന സ്വന്തം നിലയ്ക്ക് ഒരു പക്ഷേ നടത്തുന്നുണ്ടാകാം ഇന്ത്യ എന്നാണ് എനിക്ക് പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും? വിനേഷ്, ഈ വിധത്തിൽ ഒരു ഭാരം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദികൾ ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളവരല്ലേ? ഇത് വിനേഷിന് വേണ്ടി മാത്രം പ്രത്യേകം ഫോറിൻ കോച്ചാ. അവർക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ മത്സരത്തിലെല്ലാം ആ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന കോച്ചിനെ ഞാൻ കണ്ടതാണ്. വളരെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കൈകാര്യം ചെയ്ത കോച്ചിനെ. ആ കോച്ചിന്റെ പൂർണ്ണ കൺട്രോളിലാണ് വിനീഷ് കഴിഞ്ഞ വർഷങ്ങളായിട്ട്. അപ്പൊ അതിന്റെ ഓരോ വെയിറ്റും ഇന്നലെയും വെയിറ്റ് എടുക്കുന്ന ആ കോച്ചിന്റെ ഡയറക്ഷനിൽ വന്ന് എന്നെ എടുത്തിട്ടുള്ളത്. ആ വിനീഷിന് വേണ്ടി മാത്രം ഫിസിയോ കൊടുത്തിട്ടുണ്ട്, മെസ്സാജർ കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടവരെ. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നാണ് ഈ കുട്ടിയെ ഇന്ന് രാവിലെ കൃത്യമായിട്ട് വെയിറ്റ് നോക്കി ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക വെയിങ്ങിന് കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടത്. അവരങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കാത്ത വളരെ വളരെ ഒരു വീഴ്ചയാണ് സംഭവിച്ചത്. അതിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഒരു ഗുസ്തിക്കാരില്ല, അതിന്റെ ഡയറ്റ് ഉൾപ്പെടെ തീരുമാനിക്കുന്നവരവരില്ല. എന്തെല്ലാം കഴിച്ചാൽ മതി. ഇന്നലെ രാവിലെ വെയിറ്റ് എടുത്തിട്ട് അടുത്ത മത്സരമുണ്ട്. ആ മത്സരത്തിനകത്ത് എന്തെല്ലാം കഴിക്കണമെന്ന് അത് കഴിച്ചിട്ടും വൈകുന്നേരം ആ മത്സരം സെമി ഫൈനൽ കഴിഞ്ഞ് കഴിപ്പിച്ചിട്ട് ഇനി എന്തെല്ലാം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതും അവരാണ്. അത് മാത്രമേ വിനീഷ് ചെയ്യത്തുള്ളൂ, അല്ല കൂടുതൽ അതൊന്നും കഴിക്കത്തില്ല. ഇന്ന് രാവിലെ അനൗദ്യോഗികമായിട്ടുള്ള വെയിറ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഔദ്യോഗിക വെയിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ട്രാൻസ്പെറൻസിയാണ്. ഈ കുട്ടി കയറി, ഈ കുട്ടിയല്ല, ഇതിന്റെ കൂടെ മത്സരം 10 പേര് ഇന്ന് വെയിറ്റ് എടുക്കണം. ആ 10 പേര് എടുക്കുമ്പോഴും ഔദ്യോഗികമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും ഇത്ര വെയിറ്റ് ആണെന്ന്. കൂടിയാൽ ആരും സമ്മതിക്കത്തില്ല. നിയമപ്രകാരം കൂടിയാൽ അയോഗ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം ഇന്ത്യൻ ടീമിന്റെ ഈ IOA നയിച്ചവർ മാത്രമല്ല നോക്കും. ഇതിനുവേണ്ടി പ്രത്യേകം വിനീഷ് ഫോർട്ടിന് പ്രത്യേകമായിട്ട് ഇതിന്റെ എല്ലാം സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് കൊടുത്തിട്ടുണ്ട്. ആ ഫോറിൻ കോച്ചാണ് വർഷങ്ങളായിട്ട് കോച്ചും കൊടുക്കുന്നത്. അത് എനിക്ക് വളരെ അതിശയം തോന്നുന്നു. 100 ഗ്രാം ഇന്ന് 14 മണിക്കൂർ കഴിഞ്ഞ ഇതിന്റെ മത്സരമുണ്ട്. 100 ഗ്രാം കൂടുതലിന് വരെ 200 ഗ്രാം കുറഞ്ഞാലും കുഴപ്പമില്ല. റിക്കൂപ്പ് ചെയ്യാനുള്ള ടൈമുണ്ട്. 14 മണിക്കൂറുണ്ട് ഫൈനലിലേക്ക്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ശരിക്കും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം കോച്ചസും എല്ലാം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും ഉത്തരവാദിത്തം പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഉൾപ്പെടെ ഇതിൽ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. പ്രസ്തുത ഒറ്റ കാര്യം കൂടി, PT ഉഷ പോലുള്ള മലയാളിയുടെ അഭിമാനമായിട്ടുള്ള താരമാണ് ഇപ്പോൾ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്. ഇപ്പോൾ ഈ മുൻ ഒളിമ്പിക് താരമായിട്ടുള്ള വെങ്കല മെഡൽ ജേതാവായിട്ടുള്ള ബോക്സറായിട്ടുള്ള വിജേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു ഇതിലൊരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഒളിമ്പിക് ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് ചരണിനെതിരെ പരസ്യം
ശക്തമായി പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്ലറ്റുകളിൽ ഒരാളായിരുന്നു വിനേഷ് ഫോഗട്ട്. അപ്പോൾ ആ വിധത്തിൽ ഒരു ഇന്റേണൽ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന ആരോപണങ്ങൾ പല കായിക താരങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നമുക്കതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വിധത്തിൽ ഒരു അട്ടിമറികൾ ഉള്ളിൽ നിന്ന് നടക്കാൻ ഈ മേഖലയിൽ സാധ്യതയുണ്ടോ? ഞാന് ഇപ്പോ ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊന്നും പറയണ ശരിയല്ലെങ്കിൽ ഒരു കാര്യം മാത്രം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിനീഷ് ഫോഗട്ട് ആഗ്രഹിച്ച് പറഞ്ഞ കോച്ചിനെ അപ്രൂവ് ചെയ്തിട്ട് 2.5 വർഷമായി. ആ കോച്ചിന്റെ കൂടെ വിദേശത്താണ് വിനീഷ് ഫോഗട്ടിന്റെ പരിശീലനം. അവിടെ നിന്ന് നേരിട്ടാണ് ആ കുട്ടിയും ആ കോച്ചും ഫോറിൻ കോച്ചും അവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല ആ വിനീഷ് ഫോഗട്ടിന് വേണ്ടിയുള്ള ഡയറ്റീഷ്യനും അതിന്റെ ഫിസിയോയും എല്ലാം പ്രത്യേകം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അവര് വന്ന് പ്രാക്ടീസ് തുടങ്ങിയത് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ പിന്നെ കായിക താരങ്ങളുള്ള അതിനകത്ത് ഒരു കുഞ്ഞിനും പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇന്നലെ നമ്മളൊന്ന് വായിച്ചു കാണും, പുറത്തുപോയ ഒരു കായിക താരത്തിനെ പുറത്താക്കിയത് ഇല്ലേ വില്ലേജിൽ നിന്ന്. ഹലോ കേൾക്കാം. നീന്തൽ താരത്തെ പുറത്താക്കി. അത് പുറത്തു പോകാൻ അനൗദ്യമായിട്ട് പുറത്തു പോകും. അപ്പൊ അതിനകത്ത് ആരും കയറാൻ പോലും പറ്റത്തില്ല. എനിക്ക് തന്നെ റിയോയിലൊക്കെ ഞാൻ പോയപ്പോൾ എനിക്കറിയാം അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. വിസിറ്റേഴ്സ് ഗാലറിയിൽ ആണെങ്കിൽ തിരിച്ചിങ്ങി ഒന്ന് കാണാനേ പറ്റത്തുള്ളൂ, അല്ലാതെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളിടത്ത് ഈ വെറുതെ എന്തെങ്കിലും നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ ആഹാരം ഇന്നലെ ഉൾപ്പെടെ തീരുമാനിക്കുന്ന ആൾ തന്നെ ഇന്നും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ ട്രെയിനിങ് കൊടുത്ത കോച്ചും ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഫോറിനിൽ കൂടെ ന്യൂട്രീഷനും അവര് തന്നെയാണ് ഇന്നലെയും തീരുമാനിച്ചത്. വ്യക്തമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെയും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം കംപ്ലീറ്റ് ഈ കുട്ടിയെ പരിശീലിപ്പിക്കുന്നതും ഈ കുട്ടിയുടെ എല്ലാം എന്ത് കഴിക്കുമെന്ന് തീരുമാനിക്കുന്ന ആ കോച്ചാണ്. ഉറപ്പായിട്ടും ആ കോച്ചും ഒപ്പം തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. നന്ദി. ശ്രീ പ്രസൂദാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. അദ്ദേഹം ഈ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്.